ഒന്നൊന്നര ബർഗർ കഴിക്കാൻ ആളൊക്കെ ഉണ്ട് നീ ഇപ്പോ കില്ലാടി 2 ദിവസം പറഞ്ഞോളൂ ഫുഡ് വരെ കഴിക്കാനുള്ള ഡയറ്റാണ്. ഹലോ ഹലോ. അപ്പൊ ഞങ്ങൾ ഇന്നേ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ 2 ബർഗർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ബർഗർ ഇങ്ങനെയാണ് കിട്ടാ, കണ്ടോ? ഇതും വിലയൊക്കെ ഉണ്ട്. എത്ര രൂപയാണെന്നറിയോ? 298 N. ടാക്സ് അടക്കം 321 N ആണ് കേട്ടോ. നമുക്കിത് കഴിക്കാം. സാലറി കിട്ടിയ അഹങ്കാരം അഹങ്കാരം. എനിക്ക് കൊടുത്ത ബർഗറും ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളൊന്നും നമുക്ക് ഇഷ്ടമാവില്ല. ഇത് ഇഷ്ടാവാൻ നോക്കാം. ഇതാണ് കേട്ടോ ബർഗർ. ഇതിന്റെ ഉള്ളില് പറ്റുന്നില്ല, കണ്ട ഒരു ചിക്കനാന്ന് തോന്നണേ. ചിക്കൻ വായിച്ചിട്ടാണ് മേടിച്ചത്. എന്തോ ഒരു സോസും. ഈ സോസ് ഇഷ്ടാവാൻ യാതൊരു സാധ്യതയില്ല. എന്നാലും കഴിക്കുന്നേ മണത്തോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഷ്ടല്ലേ ഈ സോസ് കൊള്ളാം, നല്ല പുളി. ഞാൻ സോസിന്റെ അടുത്ത് എത്തിയില്ല. ഞങ്ങളിലുണ്ട് സോസ്. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. എന്തേ നീ എങ്ങനെയാണ് കഴിക്കണേ? തുറക്കങ്ങള് എന്നെ കടിക്കാനൊന്നും ഇതിനൊക്കെ അന്തസ്സായിട്ട് വായ തുറക്കാറുണ്ട് കേട്ടോ ഈ പുത്രി. ചേച്ചി കടിക്കാത്തൊന്നും പ്രശ്നമില്ല. ആടാ കൊള്ളാം, നല്ല കൊള്ളാം. വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടുത്തെ മറ്റന്ന് വാങ്ങിക്കണ ബർഗറും നല്ല വ്യത്യാസമുണ്ട് അല്ലേ? ഇവിടെ ആപ്പിളിന് റിൻഗോ എന്നാണ് പറയാ. ഇത് റിൻഗോ എന്ന് വായിക്കുക. റിൻഗോ. മതി എന്റെ ആവശ്യമൊന്നുമില്ല. പഠിച്ചു എന്റെ കയ്യിലോ കഴിച്ചുവായിരുന്നു. ഇവിടെ ഞാൻ കാണണ്ട, എല്ലാരും കാണണ്ട കട്ടികള്. ബസ്സിന്റെ ടയർ വരികണേ. എല്ലാതും കണ്ടല്ലോ. എനിക്ക് അത് ആവശ്യമുള്ളൂ. എപ്പോഴും ഫുഡ്
തീരും. വെള്ളം 1.5 ബർഗർ കഴിക്കാനുള്ള ആളൊക്കെ ഉണ്ടല്ലേ നീ ഇപ്പോ? കില്ലാടി അവള് 2 ദിവസം മുന്നേ പറഞ്ഞോളൂ ഫുഡ് വരെ കഴിക്കാനുള്ള ഡയറ്റാണ്. ആര് ഞാനിപ്പോ രാത്രി ഒന്നും നേരെ ഫുഡ് കഴിക്കണില്ലാന്ന്. ഇത് രാത്രി അല്ലല്ലോ എന്നല്ലേ പറയാൻ തന്നെ. ജോസ് കഴി ഡയറ്റ് എടുത്തിട്ട് വണ്ണം കുറയ്ക്കാനൊന്നും നടക്കില്ല. ഇവിടെ എന്റെ കയ്യമ്മക്കോടെ ഇതിന്റെ സ്റ്റാൻഡിന്റെ സാധനം ഇട്ടു എന്റെ കൈ പൊട്ടി. ഇവിടെ എനിക്ക് ഹാനികരം. അപ്പൊ ശരി, ഇനി ഇങ്ങനത്തെ ജപ്പാനിൽ കാണുന്ന എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ഓഫായില്ല.